രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് UDF ആ കാര്യം ചർച്ച ചെയ്യും. ഇനിയിപ്പോൾ ഏതായാലും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. 1.5 വർഷത്തിനിടയിൽ നടക്കുന്ന രാജ്യമായതുകൊണ്ട് സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്റിമേഷൻ സ്പീക്കർ പെട്ടെന്ന് തന്നെ ഇന്റിമേഷൻ കൊടുക്കും. ഇന്റിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് തീയതിയും മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എന്ത് വേണം എന്നുള്ള കാര്യം UDF നേതൃത്വം കൂട്ടായി ആലോചിക്കും. ആദ്യം ആലോചിക്കേണ്ടത് പാർട്ടിയിലാണ്. പാർട്ടി ഇതുവരെ ഒരു ആലോചന ഒരു ഘട്ടത്തിലും നടത്തിയിട്ടില്ല. അപ്പൊ പാർട്ടി ആലോചിക്കും. അത് കഴിഞ്ഞ് UDFിലേക്ക് ആ കാര്യം വരും. അങ്ങനെ ആലോചിച്ച് ഒരു തീരുമാനം ഈ കാര്യത്തിൽ എടുക്കും എന്നാണ് എന്റെ വിശ്വാസം. അല്ല, അൻവർ ഉന്നയിച്ച വിഷയങ്ങളൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ വിഷയങ്ങൾ തന്നെയാണ്. ഈ ഗവൺമെന്റ് അഴിമതി, ആ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം UDF ആണ് കാലാകാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അൻവർ കൂടി പറഞ്ഞപ്പോൾ ആ ജനങ്ങൾക്ക് കൂടുതൽ വിശ്വാസമായി. ഇടതുപക്ഷ ഗവൺമെന്റിന്റെ അഴിമതിയും കൊള്ളയും കഴിഞ്ഞ 8 വർഷമായി ഞങ്ങൾ ജനമധ്യത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നൊരു കാര്യമാണ്. അതേ കാര്യം അൻവർ ഇടതുപക്ഷ സഹയാത്രികനായ അൻവർ ഉന്നയിക്കുമ്പോൾ അതിന് കുറെ കൂടി വിശ്വാസ്യത വരികയാണ്. കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനി അറിയൂ. അപ്പോൾ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി ഗവൺമെന്റാണിത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ജനങ്ങൾ വെറുക്കപ്പെട്ട മറ്റൊരു ഗവൺമെന്റ് ഉണ്ടായിട്ടില്ല. അതിനെതിരെ അൻവർ പറഞ്ഞ കാര്യങ്ങളോട് ഞങ്ങൾക്ക് യോജിപ്പാണ്. കാരണം നേരത്തെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം. അവ രാഷ്ട്രീയമായി അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നുള്ളതാണ് സത്യം. UDFന് നിരുപാധികമായ പിന്തുണ നൽകാനുള്ള PV അൻവറുടെ തീരുമാനം സ്വാഗതാർഹമാണ്. സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ ആര് വേണമെന്ന് പാർട്ടിക്ക് ഒരു സിസ്റ്റമില്ലേ തീരുമാനിക്കുന്നത്. പാർട്ടി എല്ലാവരുമായി ചർച്ച ചെയ്ത് അവിടുത്തെ പ്രധാന നേതാക്കന്മാരുമായി ചർച്ച ചെയ്ത് ഞങ്ങൾക്കൊരു സിസ്റ്റമുണ്ട്. സ്ഥാനാർത്ഥി തീരുമാനിക്കും. UDFന് നിരുപാധിക പിന്തുണ നൽകാനുള്ള തീരുമാനം PV അൻവറിന്റെ തീരുമാനം സ്വാഗതാർഹം എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. സ്ഥാനാർത്ഥി ആര് എന്നൊക്കെയുള്ളതിൽ തീരുമാനം കൈക്കൊള്ളും എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്.